ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നവസ്തു ശരദാ ഗുരുഭ്യോ നമ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിത്വം സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമഃ. ആർഷഭാരതത്തിൻ്റെ അന്നത്തെ അവസ്ഥ, അതാണ് ഇനി അടുത്ത ഭാഗം വായിക്കുന്നത്. ആർഷഭാരത ധർമ്മങ്ങളാമിരുൾ മൂലം അന്ധകാരത്തിൽ പെട്ടു വലഞ്ഞു ചിരകാലം അന്ധമാം അനാചാര കർമ്മങ്ങൾ മതത്തിന്റെ പിന്തുണയോടു നടന്നിരുന്നു പലതരം. കലിയും വിദ്വേഷവും കോപവും വർദ്ധിക്കയാൽ കലഹപ്രിയരായി ഭവിച്ചു ജനമെല്ലാം മിഥ്യാമോഹിതരായി ദുർമാർഗശീലരായി സത്യവും കാരുണ്യവുമില്ലാതെ ബദ്ധരായി കരുണാവിഹീനരാം ഭരണാധിപന്മാരെ ഭയന്നു ദുരിതത്തിൽ കഴിഞ്ഞു ബഹജനം. സമ്പത്തും വിഭവവും സ്വായത്തമാക്കാൻ അന്ന് സമ്പന്നൻ സമൂഹത്തെ നാലായി വിഭജിച്ചു. 4 ജാതിയായി തിരിച്ചങ്ങനെ മനുഷ്യരെ നാശത്തിലെത്തിച്ചഹങ്കരിച്ചു മൂഢാത്മാക്കൾ. വ്യവഹാരത്തിനായി വൈശ്യരെ സ്വന്തം രക്ഷ വ്യവസ്ഥാപിതമാക്കാൻ ക്ഷത്രിയ വർഗത്തെയും ശൂദ്രരെയും അഖിലർക്കും പാദസേവ ചെയ്യുവാൻ സൂത്രശാലികൾ കൽപ്പിച്ചങ്ങനെ വർദ്ധിച്ചവൻ. 4 ജാതിയിൽ ശ്രേഷ്ഠൻ തങ്ങളെന്ന് അഭിമാനിച്ച് ഏതിലും വിവേചനം കാണിച്ചു ഭേദാത്മാക്കൾ. ഭൂമി തന്നെ അവകാശം സ്ഥാപിച്ചു തങ്ങൾ സ്വയം ഭൂമീശന്മാരായി ചമഞ്ഞിടിനാൻ സമ്പന്നന്മാർ. ദൈവത്തിൻ മുഖത്തു നിന്നെത്തിയ തങ്ങൾ മാത്രം ദൈവത്തെ അറിഞ്ഞവരെന്നു ഭാവിച്ചു കഷ്ടം. മാനവരെല്ലാം ദൈവമക്കളെന്നറിയാതെ മായയിൽ മതിമറന്നായവർ മരുവിനാൽ വേദമന്ത്രങ്ങൾ കേൾക്കും ശൂദ്രന്റെ കാതിലുടൽ നേദിച്ചിടേണം ഒരുക്കേയമെന്നാണ് ശാസ്ത്രം. ക്രൂരമാം ജാതിഭേദതന്ത്രത്തിൽ അകപ്പെട്ടി ഭാരതന്ത്രത്തിലമർന്നുപോയി ശ്രീബുദ്ധദേവൻ നാശഭൂമിയിൽ വർഷിച്ച സൗഭ്രാത്രവും സമത്വവും ശാന്തിയും നശിപ്പിച്ച് പകരം വർണ്ണാചാരയുക്തമാധർമ്മങ്ങൾ പകയോടിവർ പടുത്തുയർത്തി പലതരം. തലചായ്ക്കുവാനുള്ള ഭൂമി തന്നെ അവകാശം തലവാന്മാരാം സമ്പന്നന്മാരാലേറിലാകയാലേ അടിമപ്പണി ചെയ്തു കഴിഞ്ഞു ബഹുജനം. അതിനാൽ അവരതപ്പതിച്ചു പലവിധം. ഉണ്ണുവാനും ഉടുക്കുവാനുമില്ലാതെ നിരത്തിലൂടെ ഒന്നു പോകുവാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കാതെ തമ്പുരാന്മാരെ പോറ്റാൻ പണി ചെയ്ത അഹോരാത്രം അമ്പഴും അഗതികളാർത്തരായി മേ വീടിനാൻ. അവർണ സ്ത്രീകൾ മാറുമറയ്ക്കാൻ സാധ്യമല്ല. അതിനായിരണം ചെയ്തു ധീരരാം യുവതികൾ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെന്ന പുമാൻ അധർമ്മങ്ങളോടടരാടിയ ധീരനത്രേ.
വിദ്യയഭ്യസിക്കുവാൻ പോലുമുള്ള അവസരം ബുദ്ധിജീവികൾ തെല്ലും നൽകിയില്ലതുമൂലം അറിവും വിവേകവുമില്ലാതെ അഗതികൾ മാറി മായയിൽ പെട്ടുവലഞ്ഞു നിരന്തരം രാപകൽ പണി ചെയ്തു കൊള്ളേണമെന്നാൽ അതിൽ വേതനം ചോദിക്കുവാൻ വാങ്ങുവാൻ സാധ്യമല്ല. മാടുകൾ പോലെ പണി ചെയ്യും ഈ പാവകളോ നാടിന്റെ ഭരണത്തിൻ ഭാഗവാക്കുകളല്ല. ജാതികൾ താഴ്ന്നവരെന്നാകയാൽ ആ കാലത്ത് മാറേണം തങ്ങളെന്ന് എഴുന്നള്ളുന്ന സമയത്ത്. ജാതിയിൽ താഴ്ന്നവരെന്നാൽ ആ കാലത്തെ അകലത്തു മാറേണം തങ്ങൾ എഴുന്നള്ളുന്ന സമയത്ത്. ജാതി നോക്കിയാണത്രേ തെറ്റിനു ശിക്ഷ താഴ്ന്ന ജാതിക്കാർ ചെയ്യും. തെറ്റിനേറിയ ശിക്ഷയത്രേ പാവങ്ങളെല്ലാം സഹിച്ചാർത്തരായി മരുവിനാൻ. പാപികൾ സുഖഭോഗങ്ങളിലും മുഴുകിനാൻ. കഷ്ടപ്പാടുകൾ മാറ്റാൻ പണമില്ല അതുമൂലം. നിഷ്ഠയും നിയമവുമില്ലാതെ ജീവിച്ചവൻ തിളയ്ക്കും വെയിലേറ്റ് ജോലി ചെയ്യുകയാൽ രക്തം തിളയ്ക്കും വികാരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ജീവിത ക്ലേശം മൂലം കലഹം കൂട്ടും ചിലർ. ജീവിത ക്ലേശം മാറ്റാൻ മദ്യപിച്ചിടും ചിലർ. മദ്യമുണ്ടാക്കുവാനും വിൽപ്പന നടത്തുവാനും നിത്യവൃത്തിക്കായി അവർ ശീലിച്ചു ദുരാചാരം. ദുർമന്ത്രവാദങ്ങളാൽ ഇവരിൽ ചിലരുപജീവനം നടത്തുവാൻ തുടങ്ങി. കഷ്ടം. അക്ഷരാഭ്യാസം സിദ്ധിക്കാത്തോരീ പാവങ്ങൾക്ക് യക്ഷിയും പേയും പിശാചുക്കളുമായി ദൈവം ദുഷ്ടമൂർത്തികളായ ദുഷിച്ച പിശാചുക്കൾ ഇഷ്ടദൈവമായി തീർന്നീ. മനുഷ്യർക്ക് അജ്ഞാനത്താൽ മദ്യമാംസങ്ങൾ അർപ്പിച്ചതിനെ പൂജിച്ചവർ സത്യദൈവത്തെ മറന്നങ്ങവരഹോ കഷ്ടം. കുരുതി കളങ്ങളും കുരിയാലകളും തീർത്ത് കുരുതി ചെയ്തു പ്രാണിഹിംസയും ചെയ്താരവൻ പാപമാണതിൻ ഫലമെന്ന് അതോരാതെ മഹാപാപങ്ങൾ ചെയ്തു ദൈവപ്രീതിയെ വരുത്തുവാൻ പ്രാർത്ഥനാ മന്ത്രങ്ങളായി ചൊല്ലിയതെല്ലാം തെറിപ്പാട്ടുകൾ പൂരപ്പാട്ട് ഉണ്ട്. ഇവർ പലതരം ആഗ്രഹ സാധ്യത്തിനായി ശത്രു സംഹാരത്തിനായി നേർച്ചകൾ നേർന്ന ആരിവൻ ദുഷ്ടമൂർത്തികൾക്കായി ദുഷിച്ച ഭൂതങ്ങളെ ആരാധിക്കയാലേറെ ദുഷിച്ചാരിവരാചാരത്തിലും അറിവിലും ശിഷ്ടദൈവത്തെ വന്ദിച്ചിടുവാൻ യജമാനന്മാരൊട്ട് അനുവദിച്ചതുമില്ല. ഈ പാവങ്ങളെ ചിന്തിക്കാൻ അവസരം നൽകിയില്ല യജമാനൻ. ചിന്തയും വിവേകവുമില്ലാതെ വാണാരിവൻ. സത്യവും സദാചാരശീലവും സന്തോഷവും ശുദ്ധിയുമില്ല മധ്യരൂപമേ ഇവർക്കുള്ളൂ. ധനദുർവ്യയം ചെയ്യാനുതകും മാമൂലുകൾ ജനമധ്യത്തിൽ നിലനിന്നു പോന്ന അനവധി തിരണ്ടുകുളി താലുകെട്ട് കല്യാണം പുളികുടി കല്യാണം ഇങ്ങനെ അങ്ങനെ എത്രയോ അനാചാരങ്ങൾ ജനങ്ങൾ അനുഷ്ഠിച്ചു പോന്നതു മൂലമവർ ധനവും ഐശ്വര്യവും നശിച്ചു നിസ്വന്മാരായി. കല്യാണത്തിനും മരണത്തിനുമെല്ലാം നല്ലതുപോലെ പണം ദുർവ്യയം ചെയ്താരിവർ. ഇങ്ങനെ ജാതിയുടെ പേരിലുമല്ലാതെയും ഇവർക്കുള്ളതെല്ലാം നശിപ്പിച്ചവശനായി തമ്മിൽ അന്യോന്യം രണം ചെയ്തതല്ലാതെ രാജ്യ നന്മയെ കരുതിയതില്ലഹോ. രാജാക്കന്മാർ രാഷ്ട്രപാലകൻ രണം ചെയ്യുകയാൽ ബഹുജനം കഷ്ടപ്പാടുകൾ മൂലം വലഞ്ഞു പലവിധം രാജനീതികൾ നടപ്പാക്കുവാൻ നിയോഗിച്ച രാജസേവകന്മാരാം ദുഷ്പ്രഭുക്കന്മാരെല്ലാം ജാതി കോമരങ്ങളായിരുന്നായതുമൂലം ജാതിധർമ്മത്തെ പരിപാലിച്ചാരാകും വണ്ണം ക്രൂരമാം നിയമങ്ങൾ കൊണ്ടവൻ ജനങ്ങളെ പാരതന്ത്രത്തിലാകി ജീവിച്ചു സുഖമായി. വരൾച്ച മൂലം കൃഷി നശിച്ചെന്നാലും കരം വിരിച്ചു ഖജനാവ് നിറയ്ക്കാൻ മടിക്കില്ല.
ദ്വന്ദ്ഭരണത്താൽ അസംതൃപ്തരായി തീർന്നു ജനം. വർദ്ധിച്ചു നാട്ടിലന്തർചിത്രവും അധർമ്മവും, യുദ്ധവും ദാരിദ്ര്യവും ജാതിഭേദവും മൂലം നിത്യദുഃഖിതരായി കഴിഞ്ഞു ജനാവലി. സാഗരം കടന്നിവിടെ തിരിയും ഇവിടെത്തി ഈ തരുണത്തിൽ വാണിഭ പ്രമുഖരാം പരദേശികൻ ധീരർ സ്വാഗതം ചെയ്തു ആശഭാരതം അവരെയും. ഭാരതം അവർക്ക് അധീനത്തിലായി തീർന്നുവല്ലേ. പുതിയ സംസ്കാരവും അറിവും പകർന്ന് അവർ പുതിയ കിരണങ്ങൾ ചൊരിഞ്ഞു സമൂഹത്തിൽ. അവർ തൻ സംസ്കാരത്തെ പുണർന്നീധരയെന്നാൽ അവരോ കവർന്നെടുത്തിന്ന് കവർന്നെടുത്തിന്ന് ഇന്ത്യ തൻ ധനമെല്ലാം. മാറ്റങ്ങൾ പലതവർ വരുത്തി എന്നാൽ ജാതിക്കോട്ടകൾ തറുക്കുവാൻ അവർക്കും കഴിഞ്ഞില്ല. ക്ഷേത്രങ്ങൾ പോലെ അവർ പള്ളികൾ തീർത്തു. മതം വളർത്തുന്നതിൽ ശ്രദ്ധിച്ചവൻ പ്രവർത്തിച്ചു. മതത്തിനടിമകളാകയാൽ അവൻ സ്വന്തം മതത്തെ വളർത്തുവാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. ഇങ്ങനെ നിലനിന്നു ജാതിയും മതഭ്രാന്തും. ഇങ്ങതുമൂലമനാചാരങ്ങളഖിലവും. ഇങ്ങനെയുള്ളോരധർമ്മങ്ങളെ അകറ്റുവാൻ ഇങ്ങവതരിച്ച അഖിലേശ്വരൻ നാരായണൻ. ഹരേ നാരായണ.